ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഒരു ബോൺ മീൽ ഫാം ഉണ്ടാക്കണം. ഇതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബോൺ മീൽ ഫാം. ഗൈസ്, ഈ ബോൺ മീൽ ഫാം അല്ല, നമുക്ക് വേറൊരു ബോൺ മീൽ ഫാം ഉണ്ടാക്കണം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബോൺ മീൽ ഫാം ഭയങ്കര വ്യത്യസ്തമാണ് ഗൈസ്. ഈ ഫാം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കടലിലാണ്. അതല്ല വ്യത്യാസം ഗൈസ്. ഈ ഫാമിൽ നിന്ന് നമുക്ക് കുറേ ഫിഷും കിട്ടും. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല രീതി തീരുമാനമാവും. നല്ല ഫിഷും കിട്ടും. പിന്നെ അതുപോലെ ഗൈസ് ചിലപ്പം ഡ്രോൺ സ്പോണാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്നും കുറേ ലൂട്ടും കിട്ടും. അതാണ് ഈ ബോൺ മീൽ ഫാമിൻ്റെ പ്രത്യേകത. ഈ ഫിഷിൽ നിന്ന് കിട്ടുന്ന ബോൺ വെച്ച് നമ്മൾ ബോൺ മീലാക്കും. നമുക്കറിയാം, ഒരു ബോൺ വെക്കുമ്പോൾ 3 ബോൺ മീലാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് അവിടുന്ന് കുറേ ബോൺ മീലും കിട്ടും, കുറേ ഫിഷും കിട്ടും. ഇടയ്ക്ക് ഇങ്ങനെ ഡ്രോൺ സ്പോണാവും ഗൈസ്. അപ്പോൾ ആ ഫാമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ബോൺ മീൽ ഫാം. അപ്പോൾ ഗൈസ്, നമുക്ക് അതിനു വേണ്ടി കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ ഗാദർ ചെയ്യണം. നമുക്ക് അതൊക്കെ ചെയ്യാം. ഇവിടെ കുറച്ച് ഗൈസ് ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് കോബിൾസ്റ്റോൺ ബ്ലോക്സിൻ്റെ ആവശ്യമുണ്ട്. അതെവിടെ അതേണ്ട എളുപ്പമുണ്ട്. 8 സ്റ്റാക്ക് ബ്ലോക്ക് വേണം. 8 സ്റ്റാക്ക് ഉണ്ടോ നോക്കട്ടെ. 8 സ്റ്റാക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ലാബിൻ്റെ ആവശ്യമുണ്ട്, അതും എടുക്കാം. ഇവിടെ ഒരു സ്റ്റാക്ക് സ്ലാബ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു സ്റ്റാക്ക് ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഒരു 4 പിസ്റ്റൺ ഉണ്ടാക്കിയെടുക്കണം ഗൈസ്. 4 പിസ്റ്റൺ ഉണ്ടാക്കിയെടുക്കണം. 4 പിസ്റ്റൺ. അയ്യോ, 5 എണ്ണമായി. എനിക്കെന്താ ഇങ്ങനെ എപ്പോഴും 4 ഉണ്ടാക്കി 5 എണ്ണം ഉണ്ടാക്കും. ഓക്കെ, 5 പിസ്റ്റൺ എങ്കിൽ 5 പിസ്റ്റൺ ഗൈസ്. 8 ഒബ്സർവറുകൾ ഉണ്ടാക്കിയെടുക്കണം, അതും ഉണ്ടാക്കാം. 8 ഒബ്സർവറും ഉണ്ടാക്കി. ഒരു 4 ചെസ്റ്റും കൂടെ വേണം, അതും ഉണ്ടാക്കി. അവിടുന്ന് 4 ഹോപ്പറും കൂടെ ഉണ്ടാക്കിയെടുക്കാം, അതും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു ലിവറും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് ചെസ്റ്റിനകത്ത് എടുത്ത് വെക്കാം ഗൈസ്. കുറച്ച് ഗ്ലാസ് ഉണ്ട്, എനിക്കിത് പോരാ. ഒരു 2 സ്റ്റാക്കും കൂടെ വേണം. ഇപ്പോൾ തൽക്കാലം ഇത് വീട്ടിക്കട്ടെ, ഞാൻ പോയി എടുക്കാം. 2 സ്റ്റാക്ക് ഗ്ലാസും കൂടെ പോയി എടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് സാൻഡ് ഉണ്ട് ഗൈസ്, അതും കൂടെ മെൽറ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് സാൻഡ് ഇരിപ്പുണ്ട്, അതും കൂടെ മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഗൈസ്, ഒരു ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കി വെക്കണം. അത് 8 എണ്ണം വേണം. ഫെൻസ് ഗേറ്റ് അത് 8 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. 2 വാട്ടർ ബക്കറ്റ് വേണം, അതും കൂടെ എടുക്കാം ഗൈസ്. ഇനി നെതറിൽ പോയിട്ട് സോൾ സാൻഡ് എടുക്കണം. അതാണ് ഈ ഫാമിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട സാധനം. കാരണം അതില്ലാതെ ഈ ഫാം വർക്ക് ആകത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നെതറിൽ പോയിട്ട് സോൾ സാൻഡ് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഗൈസ് സോൾ സാൻഡ്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സോൾ സാൻഡ് ഉണ്ട്, നമുക്ക് അടിയിൽ നിന്ന് എടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നെതറല്ല, നമ്മുടെ ഫോർട്ടസ് ഇരിക്കുന്നത്. ഫോർട്ടസ് ഇവിടെ വന്നിട്ട് കുറേ വെതർ സ്കെൽട്ടനെ കൊന്ന് കുറേ ഹെഡ് കിട്ടിയത് 4 ഹെഡ് അങ്ങാണ്ട് കിട്ടി. അത് തന്നെ നല്ല റയറാണ് ഗൈസ്. പിന്നെ കുറേ ബ്ലേസിനെ കൊന്ന് നിങ്ങൾക്കറിയാം. 2-3 സ്റ്റാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2-3 സ്റ്റാക്ക് അല്ല, 2 സ്റ്റാക്ക്. വെറുതെ തന്നെ ഗൈസ് ഞാൻ തള്ളുന്നത്. ഇതല്ല നമുക്ക് വേണ്ട. ഈ സാൻഡല്ല, നമുക്ക് വേറെണ്ണം ഉണ്ട്. അതുകൊണ്ടിരിക്കും ഗൈസ്, അതാണ് വേണ്ടത്. ഇവിടെ വല്ല വേറെ മൊബ് വല്ലതും ഉണ്ടോ? അവിടെ ഗൈസ് ആ ഏരിയയിലോട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് മാറി കുഴിച്ച് നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ച് നോക്കാം, ചിലപ്പോൾ കിട്ടും. ഇവിടെ നിന്നും കുഴിച്ച് നോക്കാം ഗൈസ്. ഗൈസ്, ഈ സാൻഡാണ് നമുക്ക് വേണ്ടത്, ഈ സോൾ സാൻഡ്. ഈ സോൾ സാൻഡ് നമുക്കൊരു പറയുക, ഇതിലൂടെ നടക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അതുപോലെ ഈ സാൻഡ് നമുക്കൊരു 8 സ്റ്റാക്കെങ്കിലും വേണം. 8 സ്റ്റാക്കെങ്കിലും നമുക്ക് എടുത്തേക്കാം. 8 സ്റ്റാക്ക് കയ്യിലെടുക്കാം ഗൈസ്. ഓക്കെ, ഗൈസ് 8 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചു പോകാം. കുറേ നേരം ഷവറുകൊണ്ട് മൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് 8 സ്റ്റാക്ക് കിട്ടി. സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. നമുക്കിനി ട്രൈഡൻറ്റ് വേണം. അതിനുവേണ്ടി നമുക്കിനിയും ഈ ട്രൈഡൻറ്റ് പിടിച്ച് നടക്കുന്ന ഡ്രോൺ ഉണ്ട്, അവനെ കൊല്ലണം. നമുക്ക് അവനെ കൂടെ കൊല്ലാം. അവനെ ഇത്തിരി പാടാണ് ഗൈസ്. അവനെ കൊന്ന് കഴിഞ്ഞിട്ട് അത് കിട്ടാൻ ഇത്തിരി പാടാണ്. അവൻ ഡ്രോപ്പ് ചെയ്യുന്നത് സംശയമാണ്. നമുക്ക് നോക്കാം ഗൈസ്. ഡ്രോണിന് ട്രൈഡൻറ്റ് നിൽക്കുന്നവൻ, അവനെ ഒന്ന് കൊന്ന് നോക്കാം. ഡ്രോപ്പിയടാ. അയ്യോ, പോടാ. ഡ്രോപ്പ് ചെയ്താ? ഇല്ല, ഈ സാധനം ഡ്രോപ്പ് ചെയ്തില്ല. ആരെങ്കിലും ഉണ്ടോ? അതാണ് നിൽക്കുന്നത്. താടാ
നിന്റെ ആ സാധനം താടാ കയ്യിരിക്കുന്നത്, അതും ഡ്രോപ്പ് ചെയ്തില്ല. ഏതെങ്കിലും ഡ്രോപ്പ് ചെയ്യണേ. ഡ്രോപ്പ് ചെയ്താ? കിട്ടി 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 ഗൈസ്, ട്രേഡൻറ്റ് കിട്ടി. നമുക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോവാം ഗൈസ്. അങ്ങനെ ട്രേഡൻറ്റ് കിട്ടി, അത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി നമുക്ക് പണി സ്ഥലത്തോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്കിനി ഇതിനോട് ഇവിടെ ബോട്ട് വെച്ചിട്ട് നമുക്ക് തുഴയാം ഗൈസ്. നമ്മൾ നിൽക്കുന്ന ഈ ഫാം ഉണ്ടാക്കുന്ന ഏരിയയിൽ ചുറ്റിലും ഒരു ഐലൻഡിലും ലാൻഡ് ഒന്നും കാണാൻ പാടില്ല ഗൈസ്. തോണ്ടിരിക്കും നമ്മുടെ ഐലാൻഡ്, അവിടെയാണ് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കാം. ഓക്കെ ഗൈസ്, ഇത് കറക്റ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ പണിയാം. ഓക്കെ, ഇവിടെ ഇറങ്ങാം. ഞാനൊന്ന് കൊബിൾസിന് എടുക്കട്ടെ. കൊബിൾസിന് എടുത്തിട്ട് ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഗൈസ് ഈ ഏരിയയിലായിട്ടാണ് ഫാം പണിയാൻ പോകുന്നത്. ഇവിടെ 1 2 ബോട്ടങ്ങ് പൊട്ടിക്കട്ടെ. രണ്ട് ചെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് രണ്ടിടത്ത് പ്ലേസ് ചെയ്യാം. ഹോപ്പർ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. അത് വെച്ചു. ഇനി ഇവിടെ കില്ലിങ് ചേമ്പർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിങ്ങനെ റൗണ്ട് ചെയ്യുക. ഒരു പിസ്റ്റൺ ഇവിടെ, ഒരു പിസ്റ്റൺ ഇവിടെ, ഒരു പിസ്റ്റൺ ഇവിടെ, ഒരു പിസ്റ്റൺ ഇവിടെ. ഓക്കെ ഗൈസ്, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക, ഇവിടെയും വെക്കുക. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു വർക്ക് ആവുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒബ്സർവർ പൊട്ടിച്ച് വെക്കേണ്ടി വരും ഗൈസ്. ചെസ്റ്റിൻ്റെ ഹോപ്പറിൻ്റെ കണക്ഷൻ ഇങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനിയും നമുക്ക് ഹോപ്പറിൻ്റെ ആവശ്യമുണ്ട്. ഒരു 4 ഹോപ്പർ കൂടെ വേണം. അതിൻ്റെ മേളിൽ വെക്കാം. ഞാൻ 4 ഹോപ്പർ ഉണ്ടായിക്കൊണ്ട് വരട്ടെ. വെച്ചിട്ട് നമുക്ക് 4 ഹോപ്പർ എടുത്തോണ്ട് വരാം. ഗൈസ്, അങ്ങനെ ഹോപ്പർ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ് മേളോട്ട് വെക്കണം. ഒരു 20 ബ്ലോക്ക് മേളോട്ട് നമുക്ക് പോകണം. എല്ലാം അങ്ങ് എടുക്കാം ഗൈസ്. ഇവിടുന്ന് 20 ബ്ലോക്ക് മേളോട്ട് പോകണം. ഇതിപ്പോൾ ഇങ്ങനെ വെക്കണം. 1 2 ഇതൊരു ബ്ലോക്ക് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ 67ലാണ് നിൽക്കുന്നത്. നമുക്കൊരു 67 എന്ന് പറയുമ്പോൾ ഞാൻ 66ലാണ് ഈ ഗ്ലാസ് വെച്ചേക്കുന്നത്. 86 ഗൈസ്, നമുക്ക് 86ലോട്ട് പോകണം. നമുക്ക് മേളോട്ട് ഒരു 86ലോട്ട് പോകണം. ഗ്ലാസ് ഇങ്ങനെ വരും, ഇങ്ങനെ വെച്ച് ഗൈസ്, നമ്മൾ 19 ബ്ലോക്ക് മേളോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെയും കൂടെ വെക്കണം. ഇതൊരു നമ്മൾ സോൾ സാൻഡാണ് ഏറ്റവും മേളത്തെ ബ്ലോക്ക് വെക്കുന്നത്, 20ാമത്തെ ബ്ലോക്ക്. ഗൈസ്, അതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് ഒരു എന്താ പറയുക 7 ബ്ലോക്ക് അങ്ങോട്ട്, 7 ബ്ലോക്ക് അങ്ങോട്ട്, 7 ബ്ലോക്ക് അങ്ങോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് ആക്കട്ടെ. 7 ബ്ലോക്ക് അങ്ങോട്ട് പോകാം. 1 2 3 6 7. ഓക്കെ, ഇതുപോലെ നമുക്ക് ആ സൈഡിലൊക്കെ ചെയ്തെടുക്കാം. ഓക്കെ പക്ഷേ നമ്മൾ 7 ബ്ലോക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തെടുക്കാം. അറ്റത്തോട്ട് വരിക, നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യാം. ഓക്കെ, സോൾ സാൻഡ് വെച്ച് മൊത്തം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ മൊത്തം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇനി അറ്റത്തോട്ട് വന്നിട്ട് ഇവിടെ 2 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. പൊട്ടിച്ചോളണം, നമുക്ക് പൊട്ടിക്കാം. എന്നിട്ട് ഇതെങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മൊത്തം കവർ ചെയ്തെടുക്കണം. മൊത്തം ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഗൈസ്, അങ്ങനെ എല്ലായിടത്തും കോബിൾ സ്റ്റോൺ വെച്ച് നമ്മൾ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മേളിൽ സ്ലാബ് വെക്കണം. ഇങ്ങനെ നമുക്ക് സ്ലാബ് വെക്കാം. ഓക്കെ, ഗൈസ്, അതിൻ്റെ മേളിൽ എല്ലായിടത്തും സ്ലാബ് വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഈ സോൾ സാൻഡ് വെച്ച് അതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഇനി കോബിൾ സ്റ്റോൺ വെക്കണം. കോബിൾ സ്റ്റോൺ എടുക്കുക. നമുക്ക് ഇതിൻ്റെ മേളിൽ മൊത്തം നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കണം. അത് വെക്കാം ഗൈസ്. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം ഫ്ലോ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഈ കോബിൾ സ്റ്റോണിൻ്റെ മേളിലാണ് വെള്ളം ഒഴിക്കുന്നത്.
എന്നിട്ട് ഈ കൊബിൾ സ്റ്റോണിന് മേളിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ കൊബിൾ സ്റ്റോൺ ഇങ്ങനെ പൊട്ടിച്ച് കളയും. അപ്പം ഈ സോൾ സാൻഡിൻ്റെ മേളിലൂടെ ഈ വെള്ളം ഫ്ലോ ആവും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കൊബിൾ സ്റ്റോൺ വെക്കുന്നത്. ഗൈസ് ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു. ഞാൻ 3 ഹൈറ്റ് മേളിലോട്ടാണ് പൊക്കേണ്ടത്, 2 ഹൈറ്റ് മേളിലോട്ടാണ് ഞാൻ പൊക്കിയേക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ പണി മനസ്സിലായി. ഞാൻ എന്തോ കാണിച്ചേ ഗൈസ്, അതിപ്പോൾ ശരിയാക്കിയിട്ട് വരാം. ഗൈസ് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ മേളിൽ കൊബിൾ സ്റ്റോൺ വെക്കാം. ഗൈസ് അങ്ങനെ എല്ലായിടത്തും കൊബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇനി ഇതിൻ്റെ അറ്റത്തോട്ട് വന്നിട്ട് ഇവിടെ ആയിട്ട് 3 ബ്ലോക്ക് ഇങ്ങനെ ആക്കണം. എല്ലാ അറ്റത്തും അങ്ങനെ ചെയ്തെടുക്കാം. ഇവിടെ എങ്ങനെ ചെയ്യാം, ഇവിടെ എങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 അറ്റത്തും അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മളിനി മേളോട്ടൊന്ന് കയറിയിട്ട് നമുക്കിവിടെ ആയിട്ടൊരു വാട്ടർ ലോക്ക് സിസ്റ്റം ഉണ്ടാക്കണം. അതിവിടെ ബ്ലോക്ക് വെക്കാം. ഇനി ഇവിടെ നടുക്കൊന്ന് വെള്ളം എടുക്കാം. ഗൈസ് ഈ ഒരു നടുക്കെത്തിയിട്ട് ഈ ഗ്ലാസ് ഒന്ന് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് ഇവിടെ ആയിട്ട് ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. ഇങ്ങനെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ബ്ലോക്ക് ഇതിൻ്റെ മേളത്തെ ബ്ലോക്ക് വെക്കരുത്, അതിൻ്റെ മേളത്തെ ബ്ലോക്ക് വയ്ക്കണം. ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് മേളത്തെ ബ്ലോക്കിലോട്ട് വയ്ക്കണം. അതുകൊണ്ട് ഇങ്ങനെ വരും. ഇപ്പോൾ ഈ വെള്ളം ഇതുവഴി വരുന്നുണ്ട്. ഞാനിപ്പം അടച്ച് ഗൈസ്, വേണ്ട ഗൈസ്, ഇങ്ങനെ തങ്ങി നിൽക്കും വെള്ളം. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വരെ ഈ മൂവ് എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൂക്ഷിച്ചേക്കണം. ഇവിടെ സോൾ സാൻഡിൽ ഇവിടെ 2 എണ്ണം വെക്കണം. എന്നിട്ട് ഇത് തുറക്കണം. എന്നിട്ട് ഇപ്പോൾ സൈഡിൽ വന്നിട്ട് വീണ്ടും ഈ സോൾ സാൻഡിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ ഇങ്ങനെ 2 എണ്ണം വെക്കണം. എന്നിട്ട് അതും തുറക്കണം. എന്നിട്ട് ഈ കൊബിൾ സ്റ്റോണിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, അങ്ങനെ 4 എണ്ണം വെച്ചിട്ട് ഇതും തുറക്കണം. ഓക്കെ ഗൈസ് ഈ കൊബിൾ സ്റ്റോൺ എന്ന് പറയുന്നത് ടെമ്പററി ബ്ലോക്കാണ്, നമ്മൾ പൊട്ടിച്ച് കളയും. ഓക്കെ, പക്ഷെ അറ്റത്ത് വെച്ചൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയത്തില്ല. ഇവിടെ വെള്ളം ഒഴിക്കാനുള്ളതാണ്. നമ്മളിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ വെള്ളം ഒഴിക്കാം, ഇവിടെ വെള്ളം ഒഴിക്കാം, ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഇവിടെയും വെള്ളം. ഗൈസ് അങ്ങനെ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ ബ്ലോക്കിൻ്റെ ഈ അറ്റത്തായിട്ട് എല്ലായിടത്തും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ എല്ലായിടത്തും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കൊബിൾ സ്റ്റോൺ ബ്ലോക്ക് പൊട്ടിച്ച് കളയണം. ഓക്കെ, അതും കൂടെ പൊട്ടിച്ച് കളയാം ഗൈസ്. ഗൈസ് അങ്ങനെ എല്ലാ ബ്ലോക്കും നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ടെമ്പററി ബ്ലോക്ക് ആയിട്ടുള്ള എല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ബബിളാവും. അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഗൈസ്. താഴോട്ടൊന്ന് പോകണം. താഴോട്ട് പോകാം ഗൈസ്. നമുക്കിനി ഇത് പൊട്ടിച്ചിട്ട് ഒരു ബ്ലോക്ക് ഞാൻ കണ്ടു പോട്ടെ, പൊട്ടിക്കാം. എന്നിട്ട് ഈ ട്രൈഡൻ്റ് ഇവിടെ എറിഞ്ഞു കൊടുക്കാം ഗൈസ്. ഈ ട്രൈഡൻ്റ് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിക്കുന്നുണ്ടല്ലോ, അതുപോലെ കുഴപ്പമില്ല. ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ സ്ലാബ് ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ അറ്റത്തായിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ബബിളാവും ഗൈസ്. നമുക്കിനി ഇവിടെ വെച്ച് കൊടുക്കുക. ഇവിടെയും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ പകുതി ഫില്ലാവും ഗൈസ്. കണ്ടോ ഗൈസ്, പകുതി ഫില്ലാവും. ഇനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ ചെയ്തെടുക്കണം. പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടെ വെച്ച് കൊടുക്കുക, ഇവിടെ വെച്ച് കൊടുക്കുക, പിന്നെ സെൻറ്ററും കൂടെ വെച്ച് കൊടുക്കുക. ഞാൻ അങ്ങോട്ട് കയറട്ടെ. അയ്യോ ഗൈസ്, അങ്ങനെ എല്ലായിടത്തും ബബിളാവും. ഇപ്പം കണ്ടോ, എല്ലായിടത്തും അങ്ങനെ ബബിളായിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് ഫാം വർക്ക് ആവേണ്ടത്. ഞാൻ താഴോട്ടൊന്ന് ചെല്ലട്ടെ. ഇവിടെ ഡ്രോണും ഫിഷൊക്കെ സ്പോണാവും എന്നാണ് തോന്നുന്നത്.
ഗൈസ് ഞാൻ ഇവിടെ നോക്കിയപ്പം എന്താ വേറൊന്നും സ്പോൺ ആവുന്നില്ല. സ്ക്വിഡ് കുറേ സ്പോൺ ആവുന്നുണ്ട്, ഫിഷ് ഒന്നും സ്പോൺ ആവുന്നില്ല, പക്ഷെ സ്ക്വിഡ് കുറേ സ്പോൺ ആവുന്നുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഇത് ബോൺ മീൽ ഫാം അല്ല ഗൈസ്, ഇത് സ്ക്വിഡ് ഫാം ആണ്, സ്ക്വിഡ് ഫാം ഗൈസ്. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. നല്ല രീതിയിൽ സ്ക്വിഡ് സ്പോൺ ആവുന്നുണ്ട്, പക്ഷെ ഫിഷ് ഒന്നും സ്പോൺ ആവുന്നില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. നമുക്ക് എന്താ അറിഞ്ഞൂടാ. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഗൈസ്, അത് തന്നെ നല്ലത്. ഫെദർ ഫാളിങ് കൊണ്ടോടും രക്ഷപ്പെട്ട്, എല്ലാവരും ഇപ്പോൾ കാണാമായിരുന്നു. വേണ്ട ഗൈസ്, ഒന്ന് വീണുണ്ടോ ഡോണാക്കി കഴിഞ്ഞാൽ എല്ലാം ചടപടാൻ ചാവും. വേണ്ട ഗൈസ്, കുറേ സ്ക്വിഡ് വീഴുന്നുണ്ട്, പക്ഷെ ബോൺമീലില്ല. ഫിഷ് സ്പോൺ ആയാലേ ബോൺ കിട്ടത്തുള്ളൂ, ബോൺമീലേ കിട്ടത്തുള്ളൂ. സ്ക്വിഡ് സ്പോൺ ആവും ഗൈസ്. എന്താ ഗൈസ്, നോ ഐഡിയ, എനിക്കറിഞ്ഞൂടെ എന്താന്ന്. സ്ക്വിഡ് സ്പോൺ ആവുന്നത് നോക്കിയപ്പോൾ ഇവിടെ എഫ് എന്ന് നോക്കിയപ്പോൾ ഞാൻ സ്ക്വിഡാണ് സ്പോൺ ആവുന്നത്, ഫിഷ് സ്പോൺ ആവുന്നില്ല ഗൈസ്. എന്താ അറിഞ്ഞൂടെ ഗൈസ് എന്താന്ന്. എന്തായാലും സ്ക്വിഡെങ്കിലും സ്പോൺ ആവുന്നുണ്ടല്ലോ ഗൈസ്. പിന്നെ ഇപ്പം എനിക്ക് മനസ്സിലായ ഐഡിയ തോന്നി, ഈ സ്ക്വിഡ് സ്പോൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ക് സാക്ക് കിട്ടും. ഇങ്ക് സാക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറേ എമറാൾഡ് കിട്ടും. അപ്പം കുഴപ്പമില്ല ഗൈസ്. ഒരു ഇങ്ക് സാക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരേ എമറാൾഡ് വെച്ച് കിട്ടും. അത് നല്ലതാണ് ഗൈസ്. അത് ബുക്ക് ഷെൽഫാണ് ഗൈസ് തരുന്നത്. അതുകൊണ്ട് എമറാൾഡെങ്കിലും കിട്ടുമല്ലോ ഗൈസ്, അത് അതിൻ്റെ കാര്യത്തിനല്ല. അത് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുക ഗൈസ്, ഇപ്പോഴും വീണ് കണ്ടാടാ. ബോൺ മീൽ ഫാം അല്ല ഗൈസ്, സ്ക്വിഡ് ഫാം. എന്താ അങ്ങനെ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ട് കാണാം. ബൈ.